നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു അസുഖം വന്നു, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ SLEയോ ഏതെങ്കിലും തരത്തിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നു. ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടാകുന്ന പ്രായം ഏതാണ് നമുക്കറിയാം. ഒരു 20-40 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ മെയിൽസിനും വരാം. ആങ്കൈലോസിസ് സ്പോണ്ടിലോസിസിക്കാണ് ആണുങ്ങൾക്കാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിലും അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? കല്യാണപ്രായമായി, 20-22 വയസ്സായി ഡോക്ടറെ, ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? ഇതൊരു നമുക്കറിയാം, ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നൊരു അസുഖമാണ്. ഷുഗർ പോലെയോ പ്രഷർ പോലെയോ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. SLE ആണെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും സ്ക്ലിറോഡെർമി ആണെങ്കിലും അതെല്ലാം കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ ഇവരെ കല്യാണം കഴിപ്പിക്കാൻ സാധിക്കുമോ? ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന അസുഖമാണെങ്കിൽ അവരുടെ മനസ്സിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. കുറച്ച് ആളുകൾ ചോദിക്കും. ആദ്യം ചോദിച്ചില്ലെങ്കിലും 3-4 മാസം കഴിയുമ്പോൾ അവരത് ചോദിക്കും. അല്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ അവർ ചോദിക്കും, ഡോക്ടറെ കല്യാണത്തിന് ആലോചനയുണ്ട്, ആലോചിച്ചോട്ടെ. ഇവിടെ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ എൻ്റെ തന്നെ ഒരു ആയിരക്കണക്കിന് പേഷ്യൻസ് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പം കല്യാണം കഴിക്കാമെന്ന് വെച്ചാൽ കഴിക്കാം എന്നുള്ളത് 100% അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാം. 2, പക്ഷേ അത് പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം കല്യാണത്തിലേക്ക് നീങ്ങാൻ. 1, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓരോ അസുഖത്തിനും ഓരോ തരത്തിലുള്ള സ്വഭാവ രീതികളുണ്ട്. ഫോർ എക്സാമ്പിൾ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് നമുക്കറിയാം ഒരു മൈൽഡായിട്ടുള്ള അസുഖമാണ്. അത് കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. ചില ആളുകൾ ഫൈബ്രോമയാൾജിയ പോലെ വളരെ മൈൽഡായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അവരെ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനും മരുന്നുകളൊക്കെ നിർത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ അവർക്കൊക്കെ ഡെഫിനറ്റായിട്ട് കല്യാണം എപ്പോൾ വേണേൽ കഴിക്കാൻ, മുന്നോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ SLE പോലെയുള്ള അസുഖങ്ങളുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വറി അവർക്ക് പ്രഗ്നൻസി സാധിക്കുമോ ഇല്ലെന്നുള്ളതാണല്ലോ. പ്രഗ്നൻസി ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം പ്ലാനിങ് വേണ്ട ഒരു അസുഖമാണ് SLE, സ്ക്ലിറോഡെർമ തുടങ്ങി കുറച്ചുകൂടി കൂടുതലുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസസ്. SLEയിൽ പ്രഗ്നൻസിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഏതൊക്കെ ഓർഗൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്, ക്രിയാറ്റിൻ എങ്ങനെയുണ്ട്, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയുണ്ട്, ലങ്ങിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കിയ ശേഷം മാത്രമേ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഒരു 100 SLE പേഷ്യൻസ് ഉണ്ടെങ്കിൽ 99 പേർക്കും പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പവും കാണില്ല. അവർക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ചിലർക്ക് ഫോർ എക്സാമ്പിൾ ഹാർട്ടിൻ്റെ പ്രഷർ വളരെ കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഓൾറെഡി 2.5-3 ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പലപ്പോഴും പ്രഗ്നൻസിയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിസീസ് ഏതാണെന്ന് മനസ്സിലാക്കുക. ബാക്ക്ഗ്രൗണ്ട് ഡിസീസ് ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് ഓപ്പണായി ഡോക്ടറുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഡിസ്കസ് ചെയ്യും, റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇതിന് പ്രഗ്നൻസിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖമല്ല ഇത് എന്നുള്ളത് നിങ്ങളുടെ കാര്യം പറയും. അങ്ങനെയാണ് നിങ്ങൾക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ കല്യാണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക. ഒരിക്കലും ഒളിച്ചു വെച്ചൊരു കല്യാണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ പങ്കാളി വളരെ അടുത്ത പങ്കാളിയായിട്ട് മസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യണം. വുഡ് ബി ഹസ്ബൻഡോ വൈഫോ ആരാണെങ്കിലും അവരുമായിട്ട് നമ്മൾ പറയണം, എനിക്കിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നോട് നിങ്ങൾ മാട്രിമോണിയൽ പോർട്ടലിൽ തന്നെ ഒരിക്കലും അത് ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൊടുക്കണം ഞാൻ പറയില്ല. പക്ഷേ ഒരു മാച്ചായി കഴിഞ്ഞ് നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഡെഫിനറ്റ്ലി ഇത് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, അസുഖമുണ്ട്, ഞാനിപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അസുഖം കൺട്രോൾഡാണ്, എന്താണ് എൻ്റെ അസുഖമെന്ന് തുറന്ന് പറയുക. തുറന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് ഒരു 90% ആളുകളും ഇതുമായിട്ട് യോജിച്ചു പോകും. അവർക്ക് കുഴപ്പമില്ല. ഇപ്പോൾ യോജിക്കാത്തതാണ് വേണ്ടതേ, നമുക്ക് വേറെ ആൾ നോക്കാം. ഈ ഒളിപ്പിച്ച് വെച്ച് കല്യാണം കഴിക്കുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പങ്കാളിക്ക്, ഈ ആണാണോ പെണ്ണാണോ, നമ്മുടെ ഈ രോഗമുള്ള ആൾക്ക് എപ്പോഴും ഒരു മനസ്സിലൊരു കുറ്റബോധമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒളിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഒളിപ്പിച്ചത് വെക്കണം. 2, മരുന്ന് ഒളിപ്പിച്ച് കഴിക്കണം. 3, കുറച്ച് കഴിയുമ്പോൾ മരുന്ന് മുടക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അസുഖം ഭയങ്കരമായിട്ട് കൂടും. അസുഖം കൂടിക്കഴിയുമ്പോൾ പിന്നെ അത് ആദ്യത്തെ ആ ട്രീറ്റ്മെൻറ്റെല്ലാം ഹിസ്റ്ററി ഹൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഡോക്ടർക്ക് പോകേണ്ടി വരും. അതെല്ലാം കോംപ്ലിക്കേഷനാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അസുഖം എന്താണെന്നും എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്നും മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഹസ്ബൻഡോ അവരുടെ വുഡ് ബിയുടെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാർട്ട്ണറായിട്ട് കൃത്യമായിട്ട് പങ്കാളിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണം. അത് പലപ്പോഴും നമ്മൾ പറയുന്നത് ആ ലേഡിയോ ആ കുട്ടി പേഷ്യൻ്റ് തന്നെ ഡിസ്കസ് ചെയ്താണ് ഏറ്റവും ഉചിതം. അവരുമായിട്ട് 1-to-1 ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അവർക്ക് സംശയമുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, ഇപ്പോൾ നിങ്ങളൊരു കുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഈ മരുന്നുകളെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കാതിരിക്കുക. കഴിയുന്നത് നിങ്ങൾ ഡോക്ടറുടെയൊക്കെ ഡിസ്കസ് ചെയ്യുക. പലപ്പോഴും ഗൂഗിൾ ചെയ്യുമ്പോൾ തെറ്റായ വിവരങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം തന്നെ പല രീതിയിലുണ്ട്. വളരെ മൈൽഡ് ആയിട്ടുള്ള, വളരെ സിവിയർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറഞ്ഞ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വികൃതമായിട്ടുള്ള കൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അതൊന്നും ഇപ്പോൾ സംഭവിക്കാറില്ല, നമ്മളാരും കാണാറില്ല. കാരണം നല്ല ട്രീറ്റ്മെൻറ്റ് ഇതിന് അവൈലബിൾ ആണ്.
1980-ലും 90-ലും ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത സമയത്തെ വളഞ്ഞ കൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ പ്രശ്നമായി, ഇത് വേണ്ടാന്ന് പറയും. പക്ഷേ ചിലപ്പം അങ്ങനെയൊന്നും ആയിരിക്കില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയും, പേഷ്യൻസിനോട് പറയും, നിങ്ങൾ ആ പയ്യനുമായിട്ട് വരൂ, നമുക്ക് 1-to-1 സംസാരിക്കാം. അങ്ങനെ 1-to-1 ഡോക്ടറുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ 99% കുട്ടികൾക്ക് ഇത് വുഡ് ബീസിനും മനസ്സിലാകും ഇത് വലിയ പ്രശ്നമില്ലാത്ത അസുഖമാണ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അവർ വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് സംഭവിക്കുന്നത് ആദ്യം കുട്ടി അച്ഛനും അമ്മയായിട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അവർ ഹസ്ബൻഡുമായിട്ട് വരും. അവർക്കൊരു കുഴപ്പവും കാണില്ല. ഹസ്ബൻഡ്സ് വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. അവർക്ക് വളരെ വ്യക്തമായിട്ട് ഈ അസുഖത്തിൽ ഹസ്ബൻഡ്സും അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കണ്ടുവരുന്നത്. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ചില അസുഖങ്ങൾ പകരുമോ എന്നൊരു സംശയമുണ്ട്. ഫോർ എക്സാമ്പിൾ സോറിയാസ് പോലുള്ള അസുഖങ്ങൾ വളരെ മൈൽഡായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇത് പകരുമോ എന്നുള്ള ചെറിയൊരു മണ്ടത്തരം പലരും ചോദിക്കാണ്ട് സോറിയാസ് ഒന്നും അല്ല, ഓരോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും വൈഫിൻ്റെ ഹസ്ബൻഡിന് പകരില്ല. ചിലർ ചോദിക്കുന്നുണ്ടായി, ഞാൻ പറഞ്ഞത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള ക്വസ്റ്റനാണ്, ഒരിക്കലും പകരില്ല. മൂന്നാമത്തെ കാര്യം പ്രഗ്നൻസി പറ്റുമോ എന്നുള്ളതാണ്. പ്രഗ്നൻസി ഇവർക്ക് പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം. ഒന്ന്, അസുഖം നല്ല കൺട്രോൾ ആയിരിക്കുമ്പോഴായിരിക്കും പ്രഗ്നൻസി വേണ്ടത്. 2, ചില മരുന്നുകൾ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ് ആണെങ്കിൽ 3 മാസം മുമ്പ് നമ്മൾ നിർത്തണം. ഈ ടൊഫാസിൻറ്റിബ് ആണെങ്കിൽ 1.5 മാസം മുമ്പ് നിർത്തണം. അങ്ങനെ ചെറിയ അതുപോലെ MMF ആണെങ്കിൽ വേറെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നിർത്തണം. 3 മാസം മുമ്പ് നിർത്തി വേറെ മരുന്നുകളിലേക്ക് ട്രാൻസിഷൻ ചെയ്ത് അസുഖം കൺട്രോളാക്കി വേറെ പ്രഗ്നൻസി സേഫായിട്ട് മരുന്നുകളിലേക്ക് മാറ്റി കറക്റ്റ് സമയത്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാം, കുട്ടികളുണ്ടാകുകയും ചെയ്യാം. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ചില അസുഖങ്ങൾ ചെറുതായിട്ട് കൂടാൻ സാധ്യത, SLE പോലുള്ള അസുഖങ്ങൾ കുറച്ച് കൂടാം. അതേസമയം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ നല്ല രീതിയിൽ കുറയാം. സ്ക്ലിയോഡർമ ആണെങ്കിൽ പ്രഗ്നൻസി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കൂടാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അസുഖത്തിനും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ച് നമ്മൾ മരുന്നുകൾ മാറ്റി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസിയും സാധിക്കും. ഇത് അടുത്ത ജനറേഷനിലേക്ക് പോകുകയില്ല. ഡോക്ടർ എനിക്ക് അസുഖമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ട് കൊച്ചുണ്ടായിക്കാൻ ഞാൻ കൊച്ചിന് അസുഖം കിട്ടും, അതിനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. മിക്ക അസുഖങ്ങൾക്കും ലെസ് ദാൻ 10% ഉള്ളൂ. 90% ചാൻസ് ഇല്ല. ഇപ്പോൾ റുമറ്റോയിഡിനും SLEക്കും സ്ക്ലിയോഡർമയ്ക്ക് ചാൻസ് അടുത്ത ജനറേഷനിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾക്കൊരു നിങ്ങളുടെ ഇപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കസിൻസിനോ ഒക്കെയാണ് ഇങ്ങനെ അസുഖമുള്ളത്, അവർ കല്യാണം കഴിക്കാമോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് കഴിക്കാം. അത് കൃത്യമായിട്ട് കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡോക്ടർ നിർദ്ദേശത്തോട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള വിവാഹ ജീവിതം സാധ്യമാണ്.